അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾക്ക് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മോമെന്റ് ഡയഗ്രാംസ് വരച്ച് നോക്കിയായിരുന്നോ? എന്താണ് അവസ്ഥ? ഡൗട്ട് കാണുമല്ലോ. ഒരാൾ പോലും എന്നെ ഒരാളെന്തോ എന്നെ വിളിച്ചു, ബാക്കി എല്ലാവർക്കും തികഞ്ഞല്ല. പാർത്ഥിവ് വരച്ചു നോക്കിയോ? പാർത്ഥിവ് തുടങ്ങിയില്ല. നീ തുടങ്ങത്തില്ല. നീ തുടങ്ങൂല. നീ എപ്പോൾ തുടങ്ങും? ഞാൻ സമയം തരാം തുടങ്ങാനേ. ഞാൻ എല്ലാവർക്കും വന്ന് വേരിയബിൾ ലോഡ് അല്ലേ, അത് പറയാം. ഞാൻ അതിന് ഒരു കാര്യം ചെയ്യാം. നമുക്ക് തിങ്കളാഴ്ച ഇതിപ്പോൾ ഉച്ചയുള്ള ടൈമിൽ നമുക്കൊരു പുതിയൊരു ഇത് പഠിക്കാം. അതായത് തിങ്കളാഴ്ച രാവിലെ അല്ലേ നമുക്ക്? ആണോ? തിങ്കളാഴ്ച ഉച്ചയ്ക്കാണോ? അപ്പം അങ്ങനെ, കാരണം ഞാനിപ്പോൾ ആക്ച്വലി ഐപാഡ് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റും. നോക്കട്ടെ, വേരിയിങ് ലോഡിൻ്റെ എടുക്കാം, നോക്കട്ടെ. വേരിയിങ് ലോഡിൻ്റെ എന്തുവാ ഡൗട്ട്? അത് പറ, അതിനനുസരിച്ച് പറഞ്ഞാൽ മതിയല്ലോ. വേരിയിങ് ലോഡിൻ്റെയോ? ഓക്കെ സാർ, വേരിയിങ് ലോഡിൻ്റെ ബെൻഡിങ് മോമെന്റ് ഡയഗ്രാം. വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു എന്താ പറയുക, അത് എവിടെയെങ്കിലും നോക്കിയോ? ഇപ്പം ചോദിച്ചായിരുന്നു, അശ്വിനായിരുന്നു ചോദിച്ചേ. അപ്പം ബേസിക്കലി നമ്മുടെ ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ ഉണ്ടല്ലോ അല്ലേ? ഒരെൻഡിൽ നിന്ന് അങ്ങറ്റം വരെ പോകുന്ന ഒരു ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഏരിയയാണ് എന്ത്? ടോട്ടൽ ലോഡ്. അത് മനസ്സിലായിരുന്നു? ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ പറയാം. എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. എത്ര പേരായി? 32. അപ്പോ വേരിയിങ് ലോഡിന്റെ അങ്ങനെ വരുമ്പോൾ അത് ക്യൂബിക് ആയിട്ടായിരിക്കും റിലേഷൻ വരുന്നത്, എക്സ് ക്യൂബിനായിട്ട്. അത് പറയാം, ഞാൻ പറയാം. ഞാൻ എത്ര പേര് ജോയിൻ ചെയ്ത് നോക്കുക. 43. കർവ് വരയ്ക്കുന്നത് കുഴപ്പമില്ല. അതായത് ഇപ്പം മറ്റതിൽ സ്ക്വയർ വരും, ഇതിനകത്ത് ക്യൂബ് വരും. അപ്പം കർവേച്ചർ കുറച്ച് കൂട്ടി വരച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും നമ്മൾ വാല്യൂസ് കിട്ടി ജോയിൻ ചെയ്ത് വരുമ്പോൾ അത് അങ്ങനത്തെ കർവിലല്ലേ വരത്തുള്ളൂ, ക്യൂബ് ആയതുകൊണ്ട്. അപ്പം അങ്ങനെ അത്ര ഒരു കർവേച്ചറിൽ വരച്ചു കൊടുത്താൽ മാത്രം മതി. അതിനകത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല. കർവേച്ചർ വലിയ കാര്യമില്ല. സംഭവം മറ്റേ എന്താണെന്നുള്ള ഇത് പറഞ്ഞുതരാം. ഓക്കെ, ഇത് കാണാമോ ഇപ്പം ഈ ഡയഗ്രാം? Yes, sir.
ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് നിങ്ങൾ ആക്ച്വലി പറഞ്ഞ നമ്മുടെ യൂണിഫോംലി വേരിയിങ് ലോഡ്. അപ്പം ഞാനൊരു കാര്യം ചെയ്തതിനെ നമുക്ക് എടുത്തുനിന്ന് കാണാമോ? ഇപ്പം സ്ലൈഡില്ല, പി പി ടി ഇല്ല, ബുക്കിലല്ല കിടക്കുന്നത്. പി പി ടി കാണാമോ? ഓക്കെ ഫൈൻ. ആ അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇപ്പോൾ ലോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ലോഡ്, ടോട്ടൽ ലോഡ് ഐപാഡ് എടുക്കാത്തത് കൊണ്ട് എഴുതാൻ ഭയങ്കര പാടാണ്. ടോട്ടൽ ലോഡ് എത്ര വരും പറഞ്ഞു, ഞാനൊന്ന് എഴുതട്ടെ. ഹാഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എൽ അല്ലേ? ഹാഫ് ഇൻറ്റു പിന്നെന്ത് വന്നു? ഡബ്ല്യു മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ എഴുതുന്നുള്ളൂ. അശ്വിൻ ആരാ പറഞ്ഞു? അശ്വിനാന്നോ പറഞ്ഞത്? ആരാടാ പറഞ്ഞു? ഹാഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എല്ല് പറഞ്ഞു. അപ്പം ലോഡ് വന്നോ? ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. സാർ അതാണ് ടോട്ടൽ ലോഡ്. ഏതാ ഏരിയ ആണ് ടോട്ടൽ ലോഡ്. ഏരിയ ആണ് ടോട്ടൽ ലോഡ്, അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാ ചോദ്യം. എടാ ഫിഗർ നോക്ക്, എല്ലാരും ഉറങ്ങിപ്പോയെ. വിശ്വാസം. പാർത്ഥിവ് ഉണ്ടോ? കറക്റ്റാണോ? ഏരിയ ആണ്. അത് W/M കൊടുത്തിരിക്കുന്ന W into M കൊടുക്കണം. അത് ഇൻറ്റു എം അതല്ലേ? W into M കൊടുക്കണോ? എന്തിനാ W into M ആയിട്ട് കൊടുക്കണോ ഇവിടെ? അല്ലല്ല, ആ എമ്മിന്റെ ഇത് കളയണ്ടേ, ലോഡല്ലേ? അപ്പൊ ഒരു ഇൻറ്റു എല്ലൂടെ. ഇവിടെ ആക്ച്വലി W എന്ന് പറയുന്നത് W പെർ മീറ്റർ അല്ലേ കൊടുക്കേണ്ടത്. ആക്ച്വലി ഇവിടെ നോക്കിക്കേ, ഇത് W പെർ മീറ്റർ ആണ് അല്ലേ? അപ്പൊ ആക്ച്വലി ഇവിടെ നമ്മൾ W വെറുതെ ഇട്ടാൽ ഡബ്ല്യുവിന്റെ യൂണിറ്റ് എന്താണ്? മേ ബി നമുക്കൊരു ന്യൂട്ടൺ കൊടുക്കാം. ന്യൂട്ടണും ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് ന്യൂട്ടൺ മീറ്ററിൽ വരുമോ? അപ്പൊ നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഇവിടെ ലോഡ് ഇട്ടു. അതായത് ഇത് ലോഡും കൊടുത്തു, തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് തന്നിരിക്കുന്ന ലോഡ് എടുത്തിട്ടു, ടോട്ടൽ ലെങ്ത് കിട്ടും. അപ്പൊ എന്ത് പറ്റി? ഇവിടെ ന്യൂട്ടൺ മീറ്ററേ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ന്യൂട്ടൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പറ. W/L അല്ലേ? W/L വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടൂ, ഇല്ലേ? ഇനി ഇവിടെ തന്നിരിക്കുന്ന ലോഡ് നോക്കണം. അതായത് അറ്റത്ത്, അതായത് L ലെങ്ത്തിലാണ് ആക്ച്വലി എന്ത് പറയുന്നിരിക്കുന്നത്? W എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വൽ ടോട്ടൽ ലോഡ് എടുക്കുമ്പം W ഹാഫ് ഇൻറ്റു W/L ഇൻറ്റു X എന്ന് വരുന്നത്. അത് മനസ്സിലായോ? അതായത് ഇവിടെ L എന്ന് പറഞ്ഞ ലെങ്ത് ഇല്ലേ, ടോട്ടൽ ലെങ്ത്. L W, ടോട്ടൽ L എന്ന് പറഞ്ഞ ലെങ്ത്തിൽ അറ്റത്തല്ലേ W പറഞ്ഞിരിക്കുന്നത്.
ലെങ്ത് എൽ ആകുമ്പോഴാണ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലോഡ് മാക്സിമം വരുന്നത് അല്ലേ? ഓക്കെ സർ. ആ, അപ്പം എക്സ് ലെങ്ത് ആവുമ്പോൾ എത്ര വരും? എക്സ് ലെങ്ത് ആവുമ്പോൾ എത്ര വരൂടാ? മനസ്സിലായില്ലേ? സർ W × X/L. ആ, അത് തന്നെ. അതായത് ഇപ്പൊ ഞാനിവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്തു. ഇതാ ഈ വരയ്ക്കുന്ന കാണാമല്ലോ, എൻ്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഇടയ്ക്ക് ഇതിനൊരു പ്രോബ്ലം ഉണ്ട്, സ്ക്രീനിൽ നിന്ന് മാറും. കാണാമോ ഇത്? ഇപ്പൊ വരച്ചത് കണ്ടോ? യെസ് സർ. അപ്പൊ ഇവിടെ ഞാൻ പറയുവാണ്, ഇവിടെ ഡബ്ല്യു എക്സ് ആണെന്ന് കരുതുക. ഡബ്ല്യു എക്സ്. ഓക്കെ. അപ്പം നമുക്കറിയാം എല്ലായിരുന്നപ്പോൾ ഡബ്ല്യു ആണ്. അപ്പം എക്സ് എന്ന് പറഞ്ഞ ലെങ്ത്, അതായത് ഇവിടം വരെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ്, ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മേ ബി നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ലെങ്ത് ആണ് എക്സ് എന്ന് കരുതുക. ഓക്കെ. അപ്പൊ എക്സ് ലെങ്ത്തിൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞായിരുന്നു, ഡബ്ല്യു എക്സ് എന്ന് ഞാൻ കൊടുത്തു. അപ്പൊ ഡബ്ല്യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും പറയാമോ? നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ, ഡബ്ല്യു ഇൻറ്റു എക്സ് WX/L. എൽ, ഡബ്ല്യു എക്സ് ബൈ എൽ അല്ലേ? അത് എവിടെയാണ്? ഈ പോർഷൻ അല്ലേ? ഇതാ ഈ വെർട്ടിക്കൽ അല്ലേ? മനസ്സിലായോ? ഈ വെർട്ടിക്കൽ സാധനമാണ് അത് അല്ലേ? അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എത്ര വരും? ഈ എക്സ് ലെങ്ത് ഉള്ള ട്രയാങ്കിളിന്റെ ടോട്ടൽ ലോഡ് ഹാഫ് ഇൻറ്റു ഡബ്ല്യു എക്സ് ബൈ എൽ ഇൻറ്റു എല്ലാം. എനിക്കത് ഈ ലാപ്പിൽ ചെയ്യുന്നോണ്ടായത് ഇല്ലാത്ത ഇപ്പം എടുത്തിട്ടില്ല. ഡബ്ല്യു എക്സ് ബൈ എൽ ഇൻറ്റു എക്സ് അല്ലേ? ശരി. അപ്പൊ ടോട്ടൽ ലോഡ് എത്ര വന്നപ്പോ ഇവിടെ? ഡബ്ല്യു ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഫ് എന്ന് ഇടുക. ടോട്ടൽ ലോഡ് WX²/12. യെസ്, ഡബ്ല്യു എഫ് ഈക്വൽ ടു WX²/12 ഇല്ലേ? അവിടെ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഈ ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത് ഇവിടെ? ഈ ഒരു ടോട്ടൽ ഈ ഒരു ഭാഗത്ത് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇല്ലേ? Yes, sir. ഇവിടെ വരുന്ന, അതായത് ഓരോ ഇതും നമ്മൾ നോക്കി ഏറ്റവും വലിയ വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾ യൂണിറ്റ് ഒന്ന് നോക്കിയേ. യൂണിറ്റ് എത്ര വരും? WX²/12 കറക്റ്റ് ന്യൂട്ടൺ വരുമോ? ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ. അപ്പം എപ്പോഴും നിങ്ങൾ ആലോചിക്കണം, അത് അവിടുത്തെ ഡബ്ല്യു എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് അപ്പം എന്തായിരിക്കും? WX²/12 എന്നല്ലേ പറഞ്ഞേ അല്ലേ? ന്യൂട്ടൺ. അപ്പൊ ന്യൂട്ടൺ ബൈ മീറ്റർ വന്നാൽ മാത്രമേ ഇക്വേഷൻ കറക്റ്റ് ആകൂ. അപ്പൊ ഇവിടെ ഇടുന്ന വാല്യൂ പ്രോബ്ലത്തിനനുസരിച്ച് ന്യൂട്ടൺ ബൈ മീറ്റർ എന്നുള്ളത് തന്നിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി ചെയ്യണം. അത് നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഐഡിയ കിട്ടിയോ? Yes, sir. ഇനിയും പരാബോളിക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി അല്ലേ? ഇപ്പൊ നമ്മൾ ചെറിയൊരു ട്രയാങ്കിൾ എടുത്തു. ആ ട്രയാങ്കിളിൽ എന്താണ്? X² വേരി ചെയ്യുന്നു. XL ആവുമ്പം L² വേരി ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പരാബോളിക് വേരിയേഷനിൽ നേരെ വരച്ചു. അത്രേ ഉള്ളൂ. ഈ നെഗറ്റീവ് സൈൻ നോക്കണ്ട, കാരണം അത് വേറൊരു ടെക്സ്റ്റ് ബുക്കിലെയാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എനിക്കറിയത്തില്ല, ചിലപ്പോൾ നമ്മുടേത് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആവാനാണ് ചാൻസ് അല്ലേ? അപ്പൊ ഇത് ഞാൻ പോസിറ്റീവ് എന്നിടാം. ഡൗട്ട് ക്ലിയർ ആയോ? അശ്വിന് ഡൗട്ട് ക്ലിയർ ആയോ? ശരി. അപ്പൊ അതേപോലെ ഇനി ബെൻഡിങ് മൊമെന്റ്, അപ്പൊ എന്തായാലും ഷിയർ ഫോഴ്സ് എക്സിൽ വരുമ്പം ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? ക്യൂബിൽ വരും. അതിനെയും വരയ്ക്കണോ? കർവ് എന്തുവാ? കർവ്
ഒരു കർവായിട്ട് അങ്ങ് വരയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ നേരത്തെ എന്താ പറയാ, അടുത്ത സ്ലൈഡ് ഇട്ടിട്ടെ, നമ്മളിപ്പോൾ ഒരു ഇത് വന്നു, നമുക്ക് ഇങ്ങനെയാണ് ആദ്യത്തെ റിലേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് കരുതുക. രണ്ടാമത്തെ റിലേഷൻ കുറച്ചുകൂടെ ഇതാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ കർവായിട്ട് വരയ്ക്കുക, അത്രേ ഉള്ളൂ. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പോയിന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് വെച്ച് പ്ലോട്ട് ചെയ്യുക, അപ്പോൾ കറക്റ്റ് കർവ് കിട്ടും. അത് വല്ല ഗ്രാഫൊക്കെ ഉണ്ടെങ്കിലേ പറ്റും. ഗ്രാഫിലൊന്നും അല്ല ഇത് ആക്ച്വലി ഇപ്പോൾ വരയ്ക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് 2-3 പോയിന്റ്സിലെ വാല്യൂ എടുത്തിട്ട് ആ പോയിന്റിനെ കണക്ട് ചെയ്തങ്ങ് വരച്ചാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നടുക്കത്തെ വാല്യൂ കിട്ടി, ഇങ്ങറ്റത്തെ കിട്ടി. അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കർവിൽ തന്നെ വന്നോളൂ. പിന്നെ അത്ര അപ്രോക്സിമേഷൻ വേണ്ടി വരത്തില്ല, ഓരോ പോയിന്റും എടുത്ത് വരയ്ക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് യൂണിഫോംലി വേരിയിങ് ലോഡ്. അപ്പോൾ എല്ലാവരും, പാർത്ഥിവൻ ചെയ്തിട്ടില്ല, സാധാരണ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പൊ ആരെങ്കിലും ഫുള്ള് ചെയ്തോ അത്? ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ എന്തിനാ തന്നത്? നമ്മുടെ ഇപ്പം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് തിയറി ഡിസ്കസ് ചെയ്തു, പക്ഷേ ഈ ആഴ്ച തുറന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓരോ 20 പടവും ഓരോ ക്ലാസ്സിലും വരപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ ആക്ച്വലി എൻ്റെ അടുത്ത് ഇതുപോലെ ഡൗട്ട് ചോദിക്കണം. പക്ഷെ വരച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റൂ. മൺഡേ ചോദിക്കാം. മൺഡേ എല്ലാവരും വരച്ചിട്ട് വരുമോ? യെസ് സർ. ഓക്കെ, മൺഡേ നിങ്ങൾ വരച്ച് എന്നെ കാണിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് റഫായിട്ടെങ്കിലും വരയ്ക്കുക. അതായത് എല്ലാം സ്കെയിൽ വെച്ച് വരയ്ക്കാൻ ഞാൻ പറയുന്നില്ല. എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് ഐഡിയ കിട്ടുക. ഇപ്പോൾ ഒരു ഡയഗ്രാം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്നത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനടിയിൽ നേരെ അങ്ങനെ ഒരു 20 ഫിഗേഴ്സ് വരയ്ക്കാൻ അത്രയും സമയം എടുത്താൽ മതി. പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് വരച്ചോ. ഓക്കെ, ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒന്ന് റഫായിട്ടൊന്ന് പറയാമോ? ബെൻഡിങ് മൊമെന്റ് ഇതേപോലെ തന്നെ, ഇതേ ഷേപ്പിൽ തന്നെ കുറച്ചുകൂടെ കർവായിട്ട് വരും, പറയാം. അതായത് അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം തന്നെ ഇതാ, ഞാനിപ്പോൾ ഒരു ഫിഗർ ഷെയർ ചെയ്യാം. വലിയ വ്യത്യാസമൊന്നുമില്ല, കാണുമ്പോൾ ഏബിളിന് മനസ്സിലാവും. സൈഡ് കാണാമല്ലോ അല്ലേ? ഇതാണ് അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. നേരത്തെ ഡയഗ്രം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ബെൻഡിങ് മൊമെന്റിൽ എന്ത് വരും? നമുക്ക് ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, W(x²/2L) എന്നല്ലേ കിട്ടിയത്. അപ്പൊ W(x²/2L) ആദ്യം നമ്മൾ അവിടുത്തെ ഇതാക്കി എടുക്കുന്നു. അതായത് W(x²/2L) അല്ലേ, ഇൻറ്റു പിന്നെ നമ്മൾ എടുക്കുന്ന എന്താണ്, ഓരോ സെക്ഷൻ എടുക്കുന്നു. അതായത് ആദ്യം നമ്മളൊരു ഇന്ന പോയിന്റിൽ എടുക്കും, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കും. അതെന്താണോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ സർ, താങ്ക് യു. അത് എവിടെ നിന്ന് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോന്നും, അതായത് നമ്മൾ ഏത് ട്രയാങ്കിൾ ആണോ എടുക്കുന്നത്, എക്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അത് മാത്രം നോട്ട് ചെയ്താൽ മതി. അതായത് കറക്റ്റ് നടക്കുമെന്നല്ല, നമ്മൾ ഇത്രയും സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഇവിടെ എന്തുണ്ട്. അത് ഇപ്പുറത്തെ സ്ലൈഡിൽ വരിക. അതായത് യൂണിഫോംലി വേരിയിങ് ലോഡ് അല്ലേ. അപ്പം ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നു, ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് നടുക്കുന്നാന്നോ? ഇത്രയും സെക്ഷൻ്റെ ടോട്ടൽ ലോഡ് ഈ പർട്ടിക്കുലർ ട്രയാങ്കിളിന്റെ നടുക്ക്, ഇത്ര എക്സ് ഡിസ്റ്റൻസ് ഉള്ള ട്രയാങ്കിളിന്റെ നടുക്കുന്നാന്നോ ആക്ട് ചെയ്യുന്നത്? അല്ല, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് 2x/3 ഇവിടുന്ന് x/3 ആണെന്ന് തോന്നുന്നു അല്ലേ? ആർക്കെങ്കിലും നോക്കിയിട്ടുണ്ടോ? എനിക്ക് ആ വാല്യൂ കാണാമെന്ന് അറിയത്തില്ല അല്ലേ. ഇവിടുന്ന് 2x/3 ആണെന്ന് തോന്നുന്നു അല്ലേ? ഈ സൈഡിൽ നിന്ന് 2x/3 ഇവിടുന്ന് x/3 അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് x/3 ആണ്, x/3 ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഈ പർട്ടിക്കുലർ സെക്ഷൻ എക്സിലെ മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, W(x²/2L) ടോട്ടൽ ലോഡ് ഓൾറെഡി ഞാൻ ഷിയർ ഫോഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. ഇൻറ്റു എത്ര കൊടുക്കും, x
ഡിവൈഡഡ് ബൈ 3 കൊടുക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ സർ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്തിട്ട് തിങ്കളാഴ്ച നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് വേറൊരു ടോപ്പിക്കും ഉണ്ട്, അതായത് ഡിഫ്ലക്ഷൻ നമ്മൾ തുടങ്ങിയായിരുന്നല്ലോ. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്. ഇല്ല, ഡിഫ്ലക്ഷൻ തുടങ്ങിയില്ലായിരുന്നോ? ഇവിടെ തുടങ്ങിയോ ഇല്ലേ? എവിടെ? ആർക്കും ഉത്തരവില്ല. ഇല്ല സർ. നമ്മുടെ ഫ്ലെക്ചറൽ ഫോർമുല പഠിച്ചായിരുന്നോ? യെസ് സർ. അത് പിന്നെ എന്തുവാ? അത് ഒരു ബീം ഡിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബെൻഡ് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഡിഫ്ലക്ഷന്റെ ഫോർമുല M/I = σ/y = E/r എന്ന് പറഞ്ഞ ഫ്ലെക്ചറൽ ഫോർമുല പഠിച്ചല്ലോ. അതിനകത്ത് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏതാ? ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അവിടെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ ടെക്സ്റ്റിലേക്ക് പോകാം. അതായത് കാണാമോ? ഇപ്പൊ ഈ ഒരു ഫിഗർ കാണാമോ? ആ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ കണ്ടിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ബീം? ഇപ്പൊ ഈ ഫിഗർ 4.1 കാണിച്ചിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതെ. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നടുക്കൊരു പോയിന്റ് ലോഡ് വരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഏറ്റവും നടുക്കൊരു പോയിന്റ് ലോഡ് വരുന്നതുകൊണ്ട് തന്നെ അത് യൂണിഫോം ഇതായതുകൊണ്ട് തന്നെ നടുക്കായിരിക്കും ഏറ്റവും ഡിഫ്ലക്ഷൻ. ഈ y എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ഡിഫ്ലക്ഷൻ. y. അപ്പൊ നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലേ? അതായത് ന്യൂട്രൽ ആക്സിസ്, y എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും ഇതെന്നുള്ളത്. അപ്പം ഈ y മാക്സിമം എന്നുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഈ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് മോളിൽ നിന്ന് ഫുള്ളായിട്ട് ബെൻഡ് ചെയ്തു. അപ്പം ആ അത് y ഡയറക്ഷനിൽ എത്രമാത്രം നീങ്ങി, അതാണ് ഡിഫ്ലക്ഷൻ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിഫ്ലക്ഷനും സ്ലോപ്പും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ സ്ലോപ്പ് എന്താന്ന് പറയാൻ പറ്റുമോ ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ? സ്ലോപ്പ് എന്തായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിന്റെ? ഡിഫ്ലക്ഷൻ നിങ്ങൾ പറഞ്ഞു. ഡിഫ്ലക്ഷൻ എന്താണ്? ഇതാ ഈ ഒരു പർട്ടിക്കുലർ തിങ് അല്ലേ? ഇത്രയും മാത്രം ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ആക്ച്വൽ ആക്സിസ് ഇതായിരുന്നു, ഈ ആക്സിസിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്തു. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ഓൾവേസ് എപ്പോഴും സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണ്? നമുക്ക് ഇപ്പൊ ഒരു ഇറക്കം, അത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? സ്ലോപ്പ് ആംഗിൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇതാ ഈ എൻഡിലെ ആംഗിൾ തീറ്റ. ഇവിടെ രണ്ട് എൻഡിലും സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടുത്തെ സ്ലോപ്പ് എന്താണ്? അതായത് ഈ പോയിന്റിലെ സ്ലോപ്പ് അത്രയായിരിക്കും. എക്സാക്ട്ലി അത് തന്നെ. അതായത് ഈ പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കണ്ടോ, ഒരു ചരിവുമില്ല, നേരെ ഈ ഒരു ഇതിങ്ങനെ വന്നു, ഇവിടെ ഒരു ഹൊറിസോണ്ടലാണ്. അവിടെ സ്ലോപ്പ് എന്താണ്? 0 ആണ് അല്ലേ? അതായത് തീറ്റ ഇല്ല. അപ്പൊ അതിന്റെ വേറൊരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫ്ലക്ഷൻ മാക്സിമം ആവുന്ന പോയിന്റിൽ, y മാക്സിമം ആവുന്ന പോയിന്റിൽ സ്ലോപ്പ് എന്തായി മാറി? 0. അതേപോലെ y എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ആവുന്ന പോയിന്റിൽ റിഫ്ലക്ഷൻ എന്തായിരിക്കും? എപ്പോഴും മാക്സിമം ആയിരിക്കും.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ തീറ്റയിനെയും വൈനെയാണ്, ഇതിനെ തീറ്റ എന്ന് പറയുന്നതിനെ സ്ലോപ്പ് എന്നും വൈനെ എന്ത് പറയും, ഡിഫ്ലക്ഷൻ എന്നും പറയും കേട്ടോ. സ്ലോപ്പും ദിസ് വൺ ഈസ് ഡിഫ്ലക്ഷൻ, DEF എന്നിടാം, ഡിഫ്ലക്ഷൻ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ മെത്തേഡിലാണ്, അതായത് ഇനി നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുന്നത്, ഇപ്പം ഞാൻ എല്ലാം പ്രോബ്ലം വൈസ് തന്നേ പോകുന്നത്. കാരണം നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, അത് വേറൊരു രീതിയിൽ പോയാലേ പറ്റൂ. അല്ലാതെ ഒരു എന്താ പറഞ്ഞ ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ് ഫുള്ള് ഇരുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കുറേ പറഞ്ഞ് അവസാനം എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും മനസ്സിലാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി പറയുന്നത്. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കണം. എനിക്ക് വളരെ 3-4 പേര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ വീട്ടിൽ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഒന്നും ഓണാക്കാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ചോദിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഈ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഫ്ലെക്സുറൽ ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല നമുക്കറിയാം. ഫ്ലെക്സുറൽ ഫോർമുല എന്തായിരുന്നു ഒന്നുകൂടി ഞാൻ എഴുതാം. അതാണ് നമ്മൾ ഇന്ന്. അപ്പം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മോഡ്യൂൾ 4 നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ, മോഡ്യൂൾ 4. അപ്പോൾ ഫ്ലെക്സുറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M/, ഒന്ന് പറയാൻ ആരെങ്കിലും, M/I ഈക്വൽ ടു സിഗ്മ/y സിഗ്മ/y ഈക്വൽ ടു E/R ആണ് അല്ലേ. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, y എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഡിഫ്ലക്ഷൻ ആണ്. അപ്പം എമ്മിനെയും വൈനെയും തമ്മിൽ നമ്മളൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ആ റിലേഷൻ പറഞ്ഞുതരാം. എമ്മും വൈയും തമ്മിൽ ഒരു റിലേഷനിലേക്ക് കൊണ്ടുവരും. അതായത് എം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ, ബെൻഡിങ് മൊമെന്റ്. അപ്പം എമ്മും വൈയും തമ്മിൽ നമ്മൾ ഒരു റിലേഷൻ കൊണ്ടുവരികയാണ്. അതിനെ M ഈക്വൽ ടു E ഇൻറ്റു I, EI ഇൻറ്റു d² y/dx² എന്ന് പറഞ്ഞൊരു റിലേഷനിലേക്കാണ് വരുന്നത്. ഈ ഇക്വേഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ്റെ ബേസ്. ഇവിടെ ഒറ്റ മിനിറ്റ്, എനിക്കൊരു കോൾ വരുന്നത്. ഹലോ, കേൾക്കാമോ? ഹലോ, ഓക്കെ. അപ്പം നമ്മൾ M ഈക്വൽ ടു EI ഇൻറ്റു d² y/dx² എന്ന് പറഞ്ഞൊരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന സെക്ഷൻ. എം ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ ഫൈൻ. അപ്പോൾ അതിനകത്ത് ടെക്സ്റ്റിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. അത് 1/r അല്ലേ d²/dx² ആവുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അത് അതിൻ്റെ ഒരു ഡെറിവേഷൻ ചെയ്യിക്കുന്നില്ല ഞാൻ. അത് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അതൊരു കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് പോയിട്ട് ബാക്കിയിലേക്ക് പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാളോയ്സ് മെത്തേഡ് മനസ്സിലാവില്ല. അപ്പം ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതിൽ ഒറ്റ മെത്തേഡിലാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. മെക്കാളോയ്സ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ആ മെത്തേഡിൽ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ. വേറെ പല മെത്തേഡും ഉണ്ട്. പണ്ടത്തെ സീനിയേഴ്സിനൊക്കെ, നിങ്ങളുടെ സീനിയേഴ്സിന് വീണ്ടും ഡബിൾ ഇൻ്റഗ്രേഷൻ അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ സെൻട്രൽ പോയിന്റ് ലോഡ്, അങ്ങനെ വരുമ്പോൾ ഡിഫ്ലക്ഷൻ കാണിച്ചിരിക്കുകയാണ്. ഇത് എല്ലാ ടൈപ്പ് ഓഫ് നമ്മൾ നേരത്തെ പഠിച്ച ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ പഠിച്ച കാൻഡിലിവർ ബീം, ഒരു എൻഡിൽ ലോഡ് ആക്ട് ചെയ്യുന്നത്, UDL ആക്ട് ചെയ്യുന്ന, അങ്ങനെ എല്ലാ കേസിലും ഈ പർട്ടിക്കുലർ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഏത് രീതിയിലും വരാം. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ട് വേണം ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ നേരത്തെ പാർത്ഥിവ് ചോദിച്ചതുപോലെ നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബീം ബെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അല്ലേ? ഡോട്ടഡ് ലൈനിൽ ബെൻഡ് ചെയ്തതായിട്ട് അറിയാമല്ലോ. അതാണ് ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത്. അത് ഫൈനൽ പൊസിഷനാണ്. ഓക്കെ ആണോടാ? ശരി. അപ്പോൾ നമ്മൾ അപ്പോൾ അടുത്തത് നമ്മൾ നേരെ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനെ ഈ ഇപ്പം നേരത്തെ പാർട്ടി പറഞ്ഞ പോലെ M/I ഈക്വൽ ടു σ/y ഈക്വൽ ടു E/r. അതിനകത്ത് നമ്മൾ M/I ഈക്വൽ ടു E/r എടുത്തിട്ട് നമ്മൾ അതിനെ M ഈക്വൽ ടു EI ഇൻറ്റു d²y ബൈ dx²ലേക്കാണ് വന്നത്. അപ്പം ബേസിക്കലി EI ഇൻറ്റു 1/r പകരം സ്ലോപ്പിൻ്റെ ടേംസിൽ എഴുതി. പക്ഷേ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പോൾ y-നെ എന്ത് ചെയ്തു? ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, വീണ്ടും 2 തവണ ഇല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ കാണിക്കുന്നത്, നമ്മളിപ്പോൾ നേരത്തെ ബെൻഡ് ചെയ്ത ബീമിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിരിക്കുക, AB എന്ന് പറഞ്ഞൊരു പോർഷൻ. ഓക്കെ ആണോ? ഇത് വേണമെങ്കിൽ PPT-ലോട്ട് ഇടാം. ഈ ഫിഗർ മനസ്സിലാക്കണേ. ഓക്കെ. ഈ PPT കാണാമോ നിങ്ങൾക്ക്? PPT കാണാൻ പറ്റുന്നില്ല. PPT കാണാൻ പറ്റുന്നില്ല. ഓക്കെ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സ്വിച്ച് ചെയ്യുമ്പോൾ നോക്കട്ടെ. ഇപ്പൊ കാണാൻ പറ്റുന്നില്ല? ഇല്ല സർ. ഓഫായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ആ ബീം, അതായത് നേരത്തെ നമ്മളൊരു ബീം ഇങ്ങനെ കാണിച്ചു, അതെന്ത് ചെയ്തു? അതിങ്ങനെ ഡിഫ്ലക്ട് ചെയ്തതായിട്ട് കാണിച്ചല്ലേ? അപ്പൊ ഈ ഡിഫ്ലക്ട് ചെയ്ത ബീമിന്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിരിക്കുക. അതാണ് എന്ത്? AB എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ Aയും Bയും എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ശരി. അപ്പം അവിടെ ആ പർട്ടിക്കുലർ ആർക്ക് ഓഫ് എ സർക്കിൾ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ജസ്റ്റ് ആ ഡെറിവേഷൻ എങ്ങനെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. dψ എന്ന് പറഞ്ഞൊരു ആംഗിൾ മേക്ക് ചെയ്തു. അപ്പം എന്തായാലും dψ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പം dψ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇതെന്തായിരിക്കും? ഈ C തൊട്ട് B വരെ ഉള്ള ലെങ്ത്, ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ
ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് അല്ലടാ, ഇതെന്താ ഇത്? റേഡിയസ് അല്ലേ? ഓക്കെ. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒന്നും ഇല്ലല്ലോ ഹൈപ്പോട്ടിന്യൂസ് വരയ്ക്കാൻ. അപ്പൊ ഇത് റേഡിയസ് ആണ്. അപ്പൊ ഇനി നേരെ നമ്മൾ ആ ടെക്സ്റ്റിലേക്ക് പോവാം. അപ്പൊ അവിടെ നോക്കിക്കേ, ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ എടുത്തിരിക്കുന്നത്? ഡി എസ് ബൈ, അതായത് ഡി എസ് ഡിവൈഡഡ് ബൈ ഡി സൈ. അപ്പൊ ഡി സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി എസ് ബൈ ആർ. ഈ ഡി എസിനെ നമ്മൾ എന്താക്കി മാറ്റി? ഡി എക്സ് ആക്കി മാറ്റി. എന്താണ് അസംഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്? കാണാൻ പറ്റുന്നില്ലേ ഈ സ്ക്രീൻ? അത് വളരെ, അതായത് നമ്മൾ പറയുകയാണ് അവിടെ ഉണ്ടാകുന്ന ഡി എസ്, അതായത് നമ്മൾ ഓരോ ചെറിയ വളരെ സ്മോൾ എലമെന്റ്സിനെ എടുത്തിരിക്കുകയാണ്. ഏതില്? നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് വലുതാക്കി ടെക്സ്റ്റിനകത്ത് കാണിച്ചിരുന്നെങ്കിലും ഓരോ പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ള പോർഷൻസ് ആണ്. ഇതിനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഡി എസ് എന്ന് പറഞ്ഞതിനെ എന്താക്കി മാറ്റിയത്? ഡി എസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വന്നത്. പിടികിട്ടിയോ? അവിടുത്തെ അസംഷനാണ്. ഓക്കെ. അതിൽ നിന്ന് നേരെ അവരെന്ത് ചെയ്തു? ആർ ഈക്വൽ ടു ഡി എസ് ബൈ ഡി സൈ എന്ന് പറഞ്ഞാൽ, ആർ എന്ന് പറഞ്ഞാൽ ഏതാന്ന് മനസ്സിലായോ? ആറ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ പോർഷൻ സെൻട്രലിൽ നിന്ന് സി തൊട്ട് ബി, ബി സി അല്ലെങ്കിൽ എ സി. ഓക്കെ അല്ലേ ആറ്? ശരി. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ റിലേഷനിൽ നമുക്ക് എന്ത് കിട്ടി? 1/r ഈക്വൽ ടു ഡി സൈ ബൈ ഡി എക്സ്. പക്ഷെ നമുക്കിപ്പോ വേണ്ട ഇക്വേഷനകത്ത് സൈ ഉണ്ടോ? ഇല്ല, വൈ ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വൈയിലേക്ക് മാറ്റണം. വൈയിലേക്ക് മാറ്റാൻ വേണ്ടി ഇവിടെ എന്താ ചെയ്തത്? ഈ പർട്ടിക്കുലർ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. 2 പോയിന്റ് അല്ലേ ഉള്ളത് ആർക്കില്? അതായത് ഇവിടെ നമ്മൾ 2 പോയിന്റ് അല്ലേ ഉള്ളത് ഇവിടെ. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് വരച്ചു? എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മളൊരു ടാൻജന്റ് വരച്ചു. ഓക്കെ. ആ ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? സൈ. സൈ എന്ന് പറഞ്ഞ ഇത് കൊടുക്കും. അതേ ആംഗിൾ തന്നെയല്ലേ ഇവിടെ മേക്ക് ചെയ്യുന്നേ? അല്ലേ? ഇതാണോ അല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാൻ സൈ ഈക്വൽ ടു നമ്മൾ എന്താക്കി മാറ്റി? ഡി വൈ ബൈ ഡി എക്സ്. എന്തുകൊണ്ടാണ് നമുക്ക് സൈൻ 1/r ഈക്വൽ ടു ഡി സൈ ബൈ ഡി എക്സിനകത്ത് സൈനെ അവോയ്ഡ് ചെയ്യണം. അപ്പൊ സൈനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ സൈൻ്റെ ടേംസിൽ ഡി വൈ ബൈ ഡി എക്സിനോ റിലേഷൻ കൊണ്ടുവന്നാലേ പറ്റൂ. എന്നിട്ട് എന്ത് ചെയ്തു? വെൻ സൈ എന്ന് പറഞ്ഞ ആംഗിൾ സ്മോൾ ആണെങ്കിൽ ടാൻ സൈ വിൽ ബി നിയർലി ഈക്വൽ ടു സൈ, ദെർഫോർ സൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടി. അത് നമുക്ക് ഇക്വേഷൻ 4.1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് 1/r ഈക്വൽ ടു, നേരത്തെ ഭാരതി പറഞ്ഞ പോലെ 1/r ഈക്വൽ ടു എന്ത് വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. കിട്ടിയോ? അത് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലക്ചറൽ ഫോർമുല എം ബൈ ഐ ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആറിൽ ഇട്ട് കൊടുക്കുമ്പോൾ എം ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അപ്പം നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ഇക്വേഷൻ ഇല്ലേ, ഇപ്പം സ്ക്രീനിൽ ഇക്വേഷൻ 4.2, എം ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് നോട്ട് ചെയ്ത് വെക്കണേ, നോട്ടിൽ ഇപ്പം തന്നെ. എം ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വെയർ, അത് വേറെ ഇപ്പം വേണ്ട, ആദ്യ ഇക്വേഷൻ എന്താണെന്ന് എഴുതുക. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഗവേണിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ബീം. കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ് എന്നുള്ളത് ഓർമ്മ വേണം. ഓക്കെ. ഇവിടെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അപ്പോൾ? വൈ. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ സ്ലോപ്പ് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ, തീറ്റ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വൈൻ്റെ എക്സിൻ്റെ ടേംസിലാണ് സ്ലോപ്പ് വരുന്നത്. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീറ്റ ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും. ഓക്കെ ആണോ?
Yes, sir. ഇനി ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഓരോന്നും ഫോർമുലയായിട്ട് നോട്ടിൽ എഴുതി വെക്കണേ. കാരണം നമ്മൾ ഇനിയും അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ പല പല ബീംസ്, അതായത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസിൽ വരച്ച പല കേസസിൻ്റെയും സ്ലോപ്പും ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ട ഈ ഫോർമുലാസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ m ഈക്വൽ ടു EI ഇൻറ്റു d²y/dx². അതാണ് നമ്മുടെ ആക്ച്വലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഷിയർ ഫോഴ്സിനെ ഡിസ്റ്റൻസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക്, അല്ല, ബെൻഡിങ് മൊമെന്റിനെ ഡിസ്റ്റൻസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഷിയർ ഫോഴ്സ് കിട്ടും. ഷിയർ ഫോഴ്സ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് m ഇങ്ങനെ തന്നിട്ടുണ്ട്, EI ഇൻറ്റു d²y/dx². അങ്ങനെയാണെങ്കിൽ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനെ ഒന്നുകൂടി എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഷിയർ ഫോഴ്സ് കിട്ടും. ഓക്കെ. ഇനി ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും ഇപ്പോൾ പോയിന്റ് ലോഡിന്റെ കേസല്ല, മറ്റേ UDLന്റെ കേസൊക്കെ വരികയാണെങ്കിൽ W ഇൻറ്റു എക്സ് ഒക്കെ വരില്ലേ, ആ സമയത്ത് ആക്ച്വലി ആ ലോഡ് ഇന്റൻസിറ്റി W പെർ മീറ്ററിനകത്തെ W കണ്ടുപിടിക്കണമെങ്കിൽ ആ dF/dx എന്നാൽ ഫംഗ്ഷൻ ഓഫ് എന്തായിരിക്കണം? ലോഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന കാര്യമാണ് മെക്കോളീസ് തേർഡ്, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. അത് ഈ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷനിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷന്റെ നമ്മൾ പറഞ്ഞ m ഈക്വൽ ടു EI ഇൻറ്റു d²y/dx² എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ കാര്യങ്ങൾ കണ്ടെത്താം, അതാണ് മെക്കോളീസ് മെത്തേഡ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഡൗട്ട് ചോദിക്കടാ. ഒന്നുമില്ല, ആർക്കും ഇല്ലേ? ഡൗട്ടൊന്നുമില്ലേ? ഡബിൾ ഇന്റഗ്രേഷൻ നമുക്ക് ഇല്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, ഡബിൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതായത് പ്യൂർലി ഡബിൾ ഇന്റഗ്രേഷൻ മെക്കാളീസ് മെത്തേഡിലാണെങ്കിലും നമ്മൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടേ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എല്ലാം വേറെ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡും ഉണ്ട്, ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ട് രീതിയിലെന്നേ ഉള്ളൂ. ആ ഇതില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് ആക്ച്വലി ബ്രാക്കറ്റഡ് ഫങ്ഷൻസ് അതേപോലെ ഇടും, മറ്റതിനകത്താണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റഡ് ഫങ്ഷൻസ് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കും. അപ്പം നിങ്ങൾ ബേസിക്കലി മെക്കോളീസ് മെത്തേഡ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. മെക്കോളീസ് മെത്തേഡ്. ഓക്കെ ആണോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം നിങ്ങൾ മൺഡേ നിങ്ങൾ മറ്റേ ആ പ്രോബ്ലംസ്, അതായത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അറ്റ്ലീസ്റ്റ് വരച്ചിട്ട് ഡിസ്കഷന് വരിക, എന്നാൽ മാത്രമേ അത് എഫക്റ്റീവ് ആവത്തുള്ളൂ കേട്ടോ. സാർ അപ്പോൾ അപ്ലോഡ് ചെയ്യണ്ടേ? അപ്ലോഡ് ഒന്നും ചെയ്യണ്ട. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടേ ഒരു ഇത് ഉണ്ടായിരുന്നാൽ മതി. അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടല്ലേ, ആ ട്യൂട്ടോറിയലിനകത്ത് അപ്ലോഡ് ചെയ്ത് തരും. കാരണം വരച്ചവരെല്ലാവരും അപ്ലോഡ് ചെയ്ത് തരും. ഞാൻ പറയാം, അത് നിങ്ങളുടെ സ്വന്തം ഇവാലുവേഷൻ ആണ്. കാരണം ട്യൂട്ടോറിയൽ എനിക്കത് പ്രൂഫായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം നിങ്ങൾ ഏതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾ എല്ലാവരും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എളുപ്പമാണ്. അതെടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ എടുത്ത് നോക്കിയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാമല്ലോ. അല്ലാതെ എല്ലാവരും ഓരോരുത്തരും വാട്സപ്പ് അയച്ചോട്ട് കഴിഞ്ഞാൽ പാടായിരിക്കും. സാർ എല്ലാ ക്വസ്റ്റിനും ചെയ്ത് പിന്നല്ലേ വേണ്ടേ, അതിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്. ഇവിടെ അത്രയും വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കണ്ട. അത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓക്കെ ആയി. അത് ബേസിക്കലി ഒരു പടം വരയ്ക്കുന്ന മീൻസ് ഇരുന്ന് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. വലിയ സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് മൺഡേ കാണാം. ഓക്കെ, ബൈ. Thank you, sir. Thank you, sir. Okay, bye. Thank you, sir.